പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ സമനിശം ഹൃദി ഭാവയാമി. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം വരം ബ്രഹ്മ വാസതാം പുരതോ മമ. ശ്രീഗുരുവായൂരപ്പാ ശരണം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദശകം 47 ഉലൂഖബന്ധനം. ഏകദാദതി വിമാദകാരിണിം മാതരം സമുപസേദിവാൻ ഭവാൻ സ്തന്യലോലുപദയാ നിവാരയാനംഗമേത്യജപഭിവാൻ പയോധരേ. അർദ്ധഭേദകുജഗുഡ്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമേശദഹനെ പരിസൃതം ദർത്തുമാശു ജനനീ ജഗാമതേ. സാമീപീതരസമംഗസംഗദാ ക്രോധഭാരപരിബോധചേതസാ മന്ദദണ്ഡമുപഗൃഹ്യപാടിതം ഹന്തദേവദതി ഭാജനം ത്വയാ. ഉച്ഛലധ്വനിധമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദൃതാ ത്വദ്യശോ വിസരവദ്ദർശസാ സദ്യ ഏവ ദതി വിസ്തൃതം ക്ഷിതോ. വേദമാർഗപരിമാർഗിതം രുഷാ ത്വാമവേക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്ദദർശ സുഹൃദിന്യുല്ലൂഖലേ ദീയമാനനവനീതമോദവേ. ത്വാം പ്രഗൃഹ്യ പദഭീതിഭാവനാ ബാസുരാനനാ സരോജമാശു സാ രോഷരൂഷിതമുഖേ സഖീ പുരോ ബന്ധനായ രശനാമുപാദതേ. ബന്ധുമിച്ഛതി യമേവ സജ്ജനാസ്തംഭവന്തമയി ബന്ധുമിച്ഛതി സാ നിയുജ്യ രശനാ ഗുണാൻ ബഹൂൻ ദ്യങ്കുലോനമഖിലം കിലേച്ഛതാ. വിസ്മിതോസ്മിതസഖീജനേക്ഷിതാം സിന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുരപ്യഹോ ഹരേ ബദ്ധമേവ കൃപയാന്വമന്യഥാ. സ്ഥീയതാം ചിരമുലൂഖലേ ഖലേ ത്യാഗദാ ഭവനമേവ സായദാം പ്രാലുലൂഖലബിലാന്തരേ തദാ സർപ്പിരർപ്പിതമദന്നവാസ്ഥിതാ. യദ്യപാശസുഗമോ വിഭോ ഭവാൻ സംയദ കിമു സപാശയാനയാ ഏവമാദിദിവിജൈരഭിഷ്ടുതോ വാദനാദ പരിപാഹി മാം ഗദാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമന്നാരായണീയം ദശകം 47 ഉലൂഖല ബന്ധനം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 9-ാം അധ്യായമാണ് ഈ ദശകത്തില് സംഗ്രഹിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ തൈർ കലക്കിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ മടിയിൽ കയറിയിരുന്ന് മുല കുടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏകതാദധി വിമാദകാരിണിം മാതരം സമുപസേതിവാൻ ഭവാൻ
സ്തന്യലോലുപതയാ നിവാരയന്നംഗമേത്യ പപിവാൻ പയോധരോ. ഏകത ഭവാൻ, ഒരു ദിവസം അവിടുന്ന്, അതായത് ഭഗവാൻ, ദധിവിമാധകാരിണിം മാതരം, തൈർ കടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയുടെ സമുപസേദിവാൻ, അടുക്കൽ ചെന്ന്, സ്തന്യലോലുപതയ, മുല കുടിക്കാനുള്ള ആഗ്രഹം നിമിത്തം, നിവാരയൻ, തൈർ കടയുന്നത് തടഞ്ഞു, അംഗമേത്യ പ്രയോധരോ പപിവാൻ, മടിയിൽ കയറിയിരുന്ന് മുല കുടിച്ചു തുടങ്ങി. അതിനിടയിൽ അമ്മ അടുപ്പത്ത് തികഞ്ഞു പൊങ്ങുന്ന, അതായത് തിളച്ചു പൊന്തുന്ന പാല് ഇറക്കുവാൻ വേണ്ടി പോകുന്നു. അർദ്ധപീതകുജകുട്മളേ ത്വയി സ്നിഗ്ധഹാസമധുരാനനാംബുജേ ദുഗ്ധമീശദഹനേ പരിസുശ്രുതം ധർത്തുമാശു ജനനീ ജഗാമതേ. ത്വയി അർദ്ധപീത കുജകുട്മളേ, നിന്തിരുവടിയുടെ മുലകുടി പകുതിയായി. അപ്പോൾ സ്നിഗ്ധഹാസ മധുരാനനാംബുജെ, മുഖാംബുജത്തിൽ നറുപുഞ്ചിരി തെളിഞ്ഞു വരവേ, ഈശദേ ജനനി, ഭഗവാനെ, നിന്തിരുവടിയുടെ അമ്മ, ദഹനേ പരിശ്രുതം ദുഗ്ധം ആശുജഗാമ, അടുപ്പത്ത് തിളച്ചു പൊന്തുന്ന പാൽ ഇറക്കി വയ്ക്കുവാൻ പെട്ടെന്ന് പോയി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ കോപിച്ച് തൈർക്കലം തച്ചു ഉടയ്ക്കാണ്. ഒരിക്കല് അങ്ങ് തൈര് കടഞ്ഞുകൊണ്ടിരുന്ന യശോദയെ സമീപിച്ചവനായിട്ട് മുലപ്പാലിനുള്ള അത്യാഗ്രഹം നിമിത്തം അമ്മയെ തൈർ കടയുന്നതിൽ നിന്ന് തടഞ്ഞു വെച്ചുകൊണ്ട് മടിയിൽ കയറിയിരുന്ന് സ്തനങ്ങളെ പാനം ചെയ്തു. അങ്ങനെയുള്ള ജഗദീശ്വര, സ്നേഹത്തോടുകൂടിയ മന്ദഹാസത്താൽ മധുരമായി തീർന്ന അങ്ങയുടെ മുഖപങ്കജത്തോടുകൂടിയ അങ്ങ് പകുതി മുലകുടിച്ച് അവസരത്തില് അമ്മയുടെ പാത്രത്തിൽ നിന്ന് പതഞ്ഞു പൊങ്ങി തീയിലേക്ക് പോകുന്ന പാൽ ഇളക്കുവാനായിട്ട് അമ്മ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. അടുത്തത് സാമീപീതര സംഘത ക്രോധഭാര പരിഭൂത ചേതസ മന്ഥദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവധതി ഭാജനം ത്വയാ. അല്ലയോ ദേവ, പകുതി മുല കുടിച്ചപ്പോഴുണ്ടായ രസത്തിൽ വന്ന തടസ്സം മൂലമുണ്ടായ വർദ്ധിച്ച കോപം കൊണ്ട് ബാധിക്കപ്പെട്ട മനസ്സോടുകൂടിയ അങ്ങയാൽ കടകോല് എടുത്ത് തൈർക്കുടം അടിച്ചുടയ്ക്കപ്പെട്ടു എന്നാണ് മൂന്നാമത്തെ. അതായത് അമ്മിക്കുഴവ കൊണ്ടുവന്ന് തൈർക്കുട ഉടച്ചതായാണ് ഭാഗവതത്തില് പറയുന്നത്. ഈ ശ്ലോകം ഭട്ടതിരിപ്പാട് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഒരു തിരുമൊഴി കേട്ടു അത്രേ. കടകോൽ അവിടെയുള്ള കാര്യം എനിക്ക് ഓർമ്മയുണ്ടായില്ല ഭട്ടേരി എന്ന്. മേൽപ്പത്തൂർ പറഞ്ഞതാണ് ചെയ്യേണ്ടിയിരുന്നതെങ്കിലും വാസ്തവത്തിൽ വ്യാസൻ പറഞ്ഞതാണ് അന്ന് ചെയ്തതെന്ന് അർത്ഥം. അതായത് ഭട്ടതിരിപ്പാട് ഗുരുവായൂരിൽ ഇരുന്ന് നാരായണീയം എഴുതുമ്പോൾ ഈ ദശകം എഴുതിയപ്പോൾ ഭട്ടതിരി ഉപയോഗിച്ചത് കടകോൽ എന്നാണ്. പക്ഷെ അമ്മിക്കുഴ കൊണ്ട് പൊട്ടിച്ചു എന്നാണ് ഭാഗവതത്തില് പറയുന്നത്. അപ്പോൾ ഒരു അശരീരി ശ്രീകോവിലിൽ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നു. കടകോൽ അവിടെയുള്ള കാര്യം എനിക്ക് ഓർമ്മ ഉണ്ടായില്ല ഭട്ടേരി എന്ന്. ശബ്ദം കേട്ട് അമ്മ വന്ന് നോക്കുമ്പോൾ
കലം ഉടഞ്ഞ് തൈർ നിലത്ത് പരന്നു കിടക്കുകയാണ്. ഉജ്ജലധ്വനിതമുച്ചകൈസ്തദാ സന്നിശമ്യ ജനനീ സമാദ്രുത തുദ്യശോ വിസരദ്വത്തദർശ സാ സദ്യ ഏവ ദധി വിസ്തൃതം ക്ഷിതൗ. തഥാ ഉച്ചകൈ ഉജ്ജലധ്വനിതം, അപ്പോൾ ഉറക്ക പൊങ്ങിയ ശബ്ദം, സന്നിശമ്യ സമാദ്രുതാസാ ജനനി, ഉറക്കെ പൊങ്ങിയ ശബ്ദം കേട്ട് ഓടി വന്ന ആ അമ്മ നിന്തിരുവടിയുടെ കീർത്തി പ്രസരം പോലെ അപ്പോൾ തന്നെ നിലത്ത് പരന്നു കിടക്കുന്ന തൈര് കണ്ടുന്ന്. യശോദ ഉണ്ണിയെ തിരഞ്ഞ് കണ്ടെത്തുന്നു. ഉച്ചത്തിൽ ഉണ്ടായി വന്ന ശബ്ദത്തെ കേട്ടിട്ട് ഓടിയെത്തിയ യശോദ അങ്ങയുടെ കീർത്തിയുടെ, അതായത് ഭഗവാന്റെ കീർത്തിയുടെ, ഉണ്ണിക്കണ്ണന്റെ കീർത്തിയുടെ പ്രസരം പോലെ ഉടനെ തന്നെ നിലത്ത് വ്യാപിച്ചു കിടക്കുന്ന തൈർ കണ്ടു. കീർത്തിക്ക് വെളുപ്പ് നിറമാണെന്നാണ് കവി സങ്കല്പം. അതിനാലാണ് തൈർ വ്യാപിച്ചതിനെ കീർത്തി പ്രസരത്തിനോട് ഉപമിച്ചത്. അടുത്തത് വേദമാർഗ പരിമാർഗിതം ഋഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്തദർശ സുകൃതിന്യുലൂഖലേ ദീയമാന നവനീതമോദവേ. വേദമാർഗ പരിമാർഗിതം ഋഷാ ത്വാമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ സന്തദർശ സുകൃതിന്യുലൂഖലേ നീയമാന നവനീതമോദവേ. വേദമാർഗ പരിമാർഗിതം, വേദമാർഗങ്ങളിൽ അന്വേഷിക്കപ്പെടുന്ന, ത്വാം ആവീക്ഷ്യ രുഷ, നിന്തിരുവടിയെ കാണാഞ്ഞിട്ട് കോപിച്ച് തിരഞ്ഞു നോക്കിയപ്പോൾ, അസൗ സുഹൃദിനി, ആ പുണ്യവതി ആരാണ്? യശോദാദേവി. ഉലൂഖലേ ഓതവേ, ഉരലിന്മേലിരുന്ന് പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നവനായ ഉണ്ണിക്കണ്ണനെ കണ്ടു. അതായത് വേദങ്ങളാകുന്ന മാർഗങ്ങളിലൂടെ എപ്പോഴും അന്വേഷിക്കപ്പെടുന്നവനായ അങ്ങയെ കാണാതെ ദേഷ്യത്തോടുകൂടി അന്വേഷിക്കുന്നവളും പുണ്യവതിയുമായ യശോദ ഉരലിന്മേലിരുന്ന് ഒരു പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങയെ കണ്ടു, അതായത് ഉണ്ണിക്കണ്ണനെ കണ്ടു. മഹർഷിമാര് ഉപനിഷത്തുക്കളിൽ ഭഗവാനെ തിരഞ്ഞ് കാണാതെ വിഷമിക്കുന്നു. യശോദയ്ക്ക് ഭഗവാനെ തിരഞ്ഞു കണ്ടെത്തുവാൻ തീരെ പ്രയാസമുണ്ടായില്ല. അതിന് കാരണം യശോദ ചെയ്തിട്ടുള്ള പുണ്യാതിശയം തന്നെ എന്നാണ് സുഹൃദിനി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. കുരങ്ങന് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടുവെന്നാണ് മൂലത്തിൽ മർക്കായ കാമം ദദതം ശിബിസ്ഥിതമെന്ന്. കുരങ്ങനേക്കാൾ പൂച്ചയാണല്ലോ നമ്മുടെ നാട്ടില് സ്വാഭാവികമായിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ പൂച്ചയ്ക്ക് വെണ്ണ കൊടുക്കുന്നത് കണ്ട യശോദ ഭഗവാനെ കെട്ടിയിടാൻ മുതിരുന്നു. അടുത്ത ശ്ലോകം. ത്വാം പ്രഗൃഹ്യ ബദ ഭീതി ഭാവനാ ഭാസുരാനന സരോജമാശുസാ രോഷരൂഷിതമുഖീ സഖീ പുരോ ബന്ധനായ രശനാമുപാദതേ. ത്വാം പ്രഗൃഹ്യ ഭദ ഭീതി ഭാവന ഭാസുരാനന സരോജമാശുസ. ഉടനെ ആ യശോദ കോപം പൂണ്ട മുഖവുമായി തോഴിമാരുടെ മുമ്പിൽ വെച്ച് പേടിയുടെ നാട്യം കൊണ്ട് ശോഭയേറിയ മുഖാരവിന്ദത്തോടു കൂടിയ നിന്തിരുവടിയെ പിടിച്ച് കെട്ടുവാൻ കയറെടുത്തു.
പിന്നെ യശോദ വേഗത്തിൽ തന്നെ ഭയം നടിച്ചത് മൂലം കൂടുതൽ ശോഭയാർന്ന മുഖകമലത്തോടു കൂടിയ അങ്ങയെ പിടിച്ച്, ഭഗവാനെ പിടിച്ച് ദേഷ്യം വർദ്ധിച്ചിരിക്കുന്ന മുഖത്തോടു കൂടിയവളായി തോഴിമാരുടെ മുമ്പിൽ വെച്ച് തന്നെ ഉണ്ണിക്കണ്ണനെ കെട്ടിയിടുന്നതിനായി കയറെടുത്തു. അടുത്തത് ബന്ധുമിച്ഛതിയമേവ സജ്ജനസ്തം ഭവന്തമയി ബന്ധുമിച്ഛതി സാനിയുജ്യ രശനാഗുണാൻ ബഹൂൻ ദ്യുങ്കുലോനമഖിലം കിലേക്ഷത. ഭഗവത് ഭക്തന്മാര് യാതൊരു, അതായത് അങ്ങയെ ബന്ധുവായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ അങ്ങയെ തന്നെ അല്ലയോ ഭഗവൻ ആ യശോദ ബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവളായി ഒട്ടധികം കയറിൻ കഷ്ണങ്ങള് കൂട്ടിക്കെട്ടിയിട്ടും അത് മുഴുവനും 2 വിരലിന്റെ നീളം പോരാത്തതായി കണ്ടുപോലും. അതായത് ബന്ധുവായി എന്നും കെട്ടുവാൻ എന്ന്, ബന്ധു എന്ന് പറഞ്ഞ ബന്ധുവായി എന്നും കെട്ടുവാൻ എന്ന് അർത്ഥം. അമ്മ ഭഗവാന്റെ മായാവിലാസങ്ങള് അത്ഭുതങ്ങൾ തന്നെ എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തില് കാണിക്കുന്നത്. അതായത് സജ്ജനങ്ങള് ഏതൊരുവനെ ബന്ധുവാക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ അവിടുത്തെ ബന്ധിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ യശോദ വളരെ കയറുകൾ കൂട്ടിക്കെട്ടിയിട്ടും എല്ലാം 2 വിരൽ നീളം കുറവായി കണ്ടു അത്രേ. അങ്ങനെ അമ്മ ക്ഷീണിച്ചു തളർന്നതായി കണ്ടപ്പോൾ ഭഗവാൻ തന്നെ കെട്ടുന്നതിന് അനുകൂലിക്കുകയാണ്. വിസ്മിതോസ്മിത സഖീ ജനേക്ഷിതാം സ്വിന്നസന്നവപുഷം നിരീക്ഷ്യതാം നിത്യമുക്തവപുരപ്യഹോ ഹരേ ബന്ധമേവ കൃപയാന്യമന്യഥാ. ഭക്തന്മാരുടെ ദുഃഖം തീർക്കുന്ന ഭഗവാനെ അത്ഭുതം കലർന്ന പുഞ്ചിരി തൂകിക്കൊണ്ട് തോഴിമാർ നോക്കി നിൽക്കുകയാണ്. ദേഹം വിയർത്തു തളർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ആ അമ്മയെ കണ്ടപ്പോ കരുണ തോന്നുകയാൽ നിന്തിരുവടി ബന്ധം തീരെയില്ലാത്ത സ്വരൂപത്തോടു കൂടിയവനെങ്കിലും ബന്ധനത്തിന് തന്നെ അനുമതി നൽകിയെന്ന്. അഹോ ആശ്ചര്യം എന്ന്. താൻ ബന്ധനം അനുഭവിച്ചും ആശ്രിതന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന ഭഗവാന്റെ ഭക്തവാത്സല്യം അത്ഭുതമാണെന്ന് ഭാവം. ഉരലിൽ കെട്ടിയിട്ടിട്ട് അമ്മ പോയപ്പോൾ ഭഗവാൻ മുമ്പ് ഉരലിനുള്ളിൽ ഒളിച്ചു വെച്ചിരുന്ന വെണ്ണയെടുത്ത് തിന്നുന്നു. അതായത് ഭഗവൻ ഭക്തന്മാർ യാതൊരു അങ്ങയെ ബന്ധുവായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ അങ്ങയെ തന്നെ അല്ലയോ ഭഗവൻ ആ യശോദ ബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവളായി ഒട്ടധികം കയറിൻ കഷ്ണങ്ങളോ കെട്ടിയിട്ടും അത് മുഴുവനും 2 വിരലിന്റെ നീളം പോരാത്തതായി കണ്ടു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ മായാവിലാസങ്ങള്. അങ്ങനെയുള്ള ആ അല്ലയോ ഹരേ ആശ്ചര്യപ്പെട്ടവരും പുഞ്ചിരി തൂകുന്നവരുമായ തോഴിമാരാൽ നോക്കപ്പെട്ടവളും വിയർത്തു തളർച്ചയേറ്റ ശരീരത്തോടു കൂടിയവളുമായ ആ യശോദയെ കണ്ടിട്ട് അങ്ങ് എപ്പോഴും ബന്ധമില്ലാത്ത, അതായത് മുക്തമായ ശരീരത്തോടു കൂടിയവനെങ്കിലും ദയ ഹേതുവായി ബന്ധനത്തെ തന്നെ അനുവദിച്ചു എന്ന് ആശ്ചര്യമുള്ളതാണ്. തൻ്റെ മാതാവ് സഖിമാരുടെ പരിഹാസത്തിന് പാത്രമാകുന്നു എന്ന് കണ്ട ഭഗവാൻ ഉടനെ തന്നെ മാതാവിന്റെ ഉദ്യമത്തിന് വശംവദനായി കെട്ടുവാൻ സമ്മതിച്ചു എന്നാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അടുത്തത് സ്ഥീയതാം ചിരുമുലൂഖലേഖലേ ത്യാഗതാ ഭവനമേവ സായതാം
പ്രാഗുലൂകലവിലാന്തരേ തഥാ സർപ്പിരർപ്പിതമന്നതവാ സ്ഥിതാഃ. അല്ലയോ വികൃതി, കുറേ നേരം ഈ ഉരലിൽ ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് ആ യശോദ യാതൊരു സമയത്ത് ഭവനത്തിന്റെ അന്തർഭാഗത്തേക്ക് വന്നുവോ ആ സമയത്ത് മുമ്പ് തന്നെ ഉരലിന്റെ കുഴിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന വെണ്ണ തിന്നുകൊണ്ടങ്ങ് അവിടെ സ്ഥിതി ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ഖല ചിരം ഉലൂഖലേ സ്ഥീയതാം വികൃതി, കുറേ നേരം ഉരലിൽ കെട്ടപ്പെട്ടു നിൽക്കൂ എന്ന് പറഞ്ഞ അമ്മ എപ്പോൾ ഭവനത്തിലേക്ക് തന്നെ പോന്നുവോ അപ്പോൾ നിന്തിരുവടി എന്താ ചെയ്തത്? മുമ്പ് ഉരലിനുള്ളില് സൂക്ഷിച്ചിരുന്ന വെണ്ണ എടുത്ത് തിന്നുകൊണ്ട് നിന്നു. ഈ ശ്ലോകവും അടുത്ത ശ്ലോകവും കവിയുടെ മനോധർമ്മമാണ് ദശകം ഉപസംഹരിക്കുകയാണ് ഇവിടെ. യദ്യപാശസുഖമോ വിഭോ ഭവാൻ സംയത കിമു സപാശയാനയാ ഏവമാദി ദിവിജൈരഭിഷ്ടുതോ വാദനാഥ പരിപാഹി മാം ജഗാത് പരിപാഹി മാം ഗദാത്. വിഭോ ഭവാൻ യതി സർവവ്യാപിയായ ഭഗവാനെ, അവിടുന്ന് പാശമില്ലാത്തവർക്ക് മാത്രമേ സുലഭനാവുകയുള്ളൂ എങ്കിൽ പാശമുള്ള ഈ യശോദയാൽ എങ്ങനെ ബന്ധിക്കപ്പെട്ടു എന്നും മറ്റുമായി സ്വർഗവാസികളാൽ സ്തുതിക്കപ്പെട്ട നിന്തിരുവടി ഗുരുവായൂരപ്പ എന്നെ വാദനാഥ പരിപാഹിമാം വാദനാഥ മാം ഗദാത് പരിപാഹി. ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ വിഭോ, അങ്ങ് അപാശന്മാർക്ക്, അതായത് ആശാഭന്തരല്ലാത്തവർക്ക്, പാശം കയ്യിലില്ലാത്തവർക്ക് ക്ഷിപ്ര പ്രാപ്യനാണെന്ന് വരികിലും പാശത്തോടു കൂടിയവളായ യശോദയാൽ എങ്ങനെ ബന്ധിക്കപ്പെട്ടവനായി എന്നും മറ്റും ദേവന്മാരാൽ നന്നായി വാഴ്ത്തപ്പെട്ട അങ്ങ് എന്നെ രോഗങ്ങളിൽ നിന്ന് പരിപാലിക്കണമേ എന്ന് ഭട്ടതിരി പ്രാർത്ഥിക്കുകയാണ്. അപാശന്മാർക്ക് അധീനനായ ഭഗവാൻ എങ്ങനെ സപാശയായ യശോദയാൽ ബന്ധനായി എന്നുള്ളത് കവിയുടെ ഒരു സരസ പ്രയോഗമാണ്. ഇവിടെ അപാശ സപാശ ശബ്ദത്തില് പാശ ശബ്ദത്തിന് കയറ് എന്നർത്ഥം എടുക്കുമ്പോൾ തോന്നുന്ന വിരോധമാണ് ചമത്കാരിയായ ഈ പ്രശ്ന ബീജമായിട്ട് ഉള്ളത്. അങ്ങനെ ഈ 47-ാം ദശകം അവസാനിക്കുന്നു. നമസ്തേ.